ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ദിവസം, അതായത് ജനുവരി 13-ാം തീയതി, ഞാനൊരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയായ കവരത്തിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ 3 ദിവസത്തെ കോഴ്സാണ് കവരത്തിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ, ആ 3 ദിവസങ്ങളിലായിട്ട് നടന്ന കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ മിനിക്കോയിൽ വന്നിട്ട് ഇപ്പം 3 വർഷം ആവാറായി. ഇതിനിടയിൽ എനിക്ക് ഇതുവരെ ആയിട്ടൊരു കോഴ്സിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ലക്ഷദ്വീപിൽ തന്നെ വെച്ച് നടത്തുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് ഇതിൽ എനിക്ക് പങ്കെടുക്കാമല്ലോ. അത് മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. അവളെ കണ്ടിട്ട് ഞാൻ കുറേ മാസങ്ങളുമായി. അപ്പോൾ ആ കൂട്ടുകാരി അധ്യാപികയാണ്, എന്നെ പോലെ തന്നെ. അവൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പോയാൽ അവളെയും കാണാം, പിന്നെ ഈ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ക്ലാസ് വിട്ടിട്ട് കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാനിരിക്കുന്ന സമയത്താണ് എനിക്കിതിൻ്റെ ഓർഡർ കിട്ടിയത്. അപ്പോൾ ഇവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ. ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നീ വീട്ടിൽ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട്. സ്കൂൾ വിടാൻ ഇനി ഒരു 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരോടൊക്കെ ഞാൻ യാത്ര ചോദിച്ചിട്ട് ഞാൻ പോവാണ്. കാരണം എനിക്ക് ഈ ഒരു അവർ ക്ലാസ് ഇല്ല. മാത്രമല്ല, 1-ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. അവരൊക്കെ വീട്ടിൽ പോയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അതിരാവിലെയാണ് ഇവിടെ നിന്ന് വെസലുള്ളത്. വെസലിൽ 9 മണിക്കൂറോളം കവരത്തി എത്തുന്നവരെയും ഇരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കടൽ യാത്ര എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 9 മണിക്കൂറോളം വെസലിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ആവുക എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു കസിനും കൂടി ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഈ മിനിക്കോയിൽ നിന്ന് പോകുന്നത്. ഒരാൾ ഓൾറെഡി കവരത്തിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അയാൾ അതിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ ഞങ്ങൾ 2 പേരുമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പോൾ തന്നെ ജെട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6:45 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെസൽ ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും കവരത്തിയിലേക്ക്. അത്രയധികം യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ രാത്രി ഞാൻ തീരെ ഉറങ്ങാതെ രാവിലെ വരെ വെളുപ്പിച്ചതാണ്. കാരണം വെസലിൽ കയറിയിരുന്നിട്ട് ഉറങ്ങിയാൽ ഛർദ്ദിക്കലും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ട്രാവലിങ്ങിൻ്റെ ഒരു ഗുളികയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെസൽ യാത്ര എന്ന് പറയുന്നത്, വെസൽ യാത്ര എന്നല്ല, കപ്പൽ ഏത് വാഹനം കടലിലൂടെ പോകുന്നതിൽ കയറിയാലും എൻ്റെ കാര്യം കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആളും ഞാനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വെസലിലേക്ക് കയറി. ഞങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആദ്യം തന്നെ വന്നത് കൊണ്ട് തന്നെ നമുക്ക് കിടന്നൊക്കെ പോകാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം യാത്രക്കാരില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വെസലിൽ ഇരുന്നിട്ട് തന്നെ പോകേണ്ടി വരും. 9 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ കവരത്തി എത്തിയ വിവരം തന്നെ അറിയുന്നത്. അങ്ങനെ ഒരു 6-7 വർഷത്തിന് ശേഷമാണ് ഞാൻ കവരത്തിയിലേക്ക് വരുന്നത്. കവരത്തി മുഴുവനായിട്ട് ചുറ്റിക്കാണിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ലല്ലോ ഇപ്പോൾ നമ്മൾ കോഴ്സിനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും അതൊന്നും നടക്കൂല. എന്തായാലും ഇവിടെ നിന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നിപ്പോൾ ഷെയർ ആക്കുന്നത്. പിന്നെ നമ്മളെ നാട്ടുകാരവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ജെട്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ജെട്ടിയുടെയൊക്കെ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിലാണ്. കുറേ ആൾക്കാർ നമുക്കറിയാവുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിലേക്ക് താമസിക്കാൻ. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും കംഫർട്ട് ആ ലോഡ്ജിലാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഈ ജെട്ടിയുടെ അടുത്ത് തന്നെയുള്ള ബിസ്മില്ല എന്ന് പറയുന്ന ആ ഒരു ലോഡ്ജിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ കയറിയതല്ലേ വെസലിൽ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അല്ലേ, ജെട്ടിയുടെ ആ ഒരു പരിസരത്ത് തന്നെയായിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഉണ്ട്. ഇത് 2021 ഈ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. ഹോണറബിൾ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന ശ്രീ രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. ബഹുമാന്യനായ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ ഗോഡ പട്ടേലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ റൂമിൽ പോയി നമ്മൾ ഫ്രഷൊക്കെ ആയതിനു ശേഷം ഏകദേശം 4:30 4:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് ജെട്ടിയുടെ പരിസരത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ചായയും നല്ല അടിപൊളി കടികളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ബീച്ചിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. അത് മാത്രമല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്, ആൾ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും വെയിറ്റ് ചെയ്ത് നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇഷ്ടംപോലെ മീനൊക്കെ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അവരുടെ മീൻ വിൽക്കുന്നതും ഒക്കെ നോക്കി നമ്മളിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജസീന ബീഗം എന്നാണ് പേര്, ആൾ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയിലോട്ടൊന്നും നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ പിന്നെ വിളിച്ചു, അപ്പോൾ മെല്ലെ ഒന്ന് നോക്കിയൊക്കെ തന്നു. അധികം അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമുള്ള ആളല്ല, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ സമയമൊക്കെ അവിടെ ചിലവഴിച്ചതിന് ശേഷം എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ആ വണ്ടിയിലേക്ക് പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് വന്നു. ഈ ബീച്ച് സൈഡിൽ തന്നെയാണ് കേട്ടോ, ബീച്ചിൽ തന്നെയാണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. നമ്മളെ ലോഡ്ജും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മളിനി ഇതിലേക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വെക്കാം. കാരണം നാളെ രാവിലെ 9:30-ക്കാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനേ നമുക്ക് എന്തായാലും ഒരുപാട് ദൂരമുണ്ട് നമ്മളുള്ള ലോഡ്ജിൽ നിന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഓട്ടോ പിടിക്കുന്നതിനേക്കാളും നല്ലതൊരു വണ്ടി കിട്ടിയാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോക്കുവരവൊക്കെ നടക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയിട്ട് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ അയാൾ എനിക്കൊരു സ്ഥലം കാണിച്ചു തരുന്നുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. കാരണം നമ്മൾ തിരിച്ചു പോകുന്നവരെ ഈ വണ്ടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് കൊടുക്കണമല്ലോ തിരിച്ച്. അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ വെസലിൽ ഉറങ്ങിയത് കാരണമെന്ന് തോന്നുന്നു എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ജസീന പിന്നെ പോയിട്ടുണ്ടായിരുന്നു, കാരണം അവൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവളുടെ കസിൻസൊക്കെ ഇവിടെ ഉള്ളത് കാരണം അവളെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കസിൻസിൻ്റെ കൂടെയാണ് അവളുള്ളത്. അവളെപ്പോൾ വന്നാലും അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കസിനും കൂടി, എൻ്റെ കസിനും ടീച്ചറാണ്, നേഴ്സറി ടീച്ചറാണ്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ രാവിലെ എണീക്കണമല്ലോ, അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മൾ എവിടെയാണോ കോഴ്സ് നടക്കുന്നത് ഇവിടുത്തെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡയറ്റിലാണ് നമ്മുടെ കോഴ്സ് നടക്കുന്നത്. അപ്പോൾ ഡയറ്റിന് തൊട്ട് മുറ്റത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ഒരാളുടെ വീടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ നമ്മളെ നാട്ടുകാരി അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ ഈ വീടിൻ്റെ മുകളിലാണ് പോലും താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ കോഴ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ നഴ്സിംഗ് കോളേജും ഉണ്ട് കേട്ടോ, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നഴ്സിംഗ് കോളേജുമുണ്ട്. അങ്ങനെ കയറിയപ്പോൾ നമുക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. കാരണം നമ്മുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തവർ, നമ്മളെ കൂടെ പഠിച്ചവർ, നമുക്കറിയാവുന്ന അങ്ങനെ ഒരുപാട് അധ്യാപകരെ നമുക്ക് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കോഴ്സിനൊക്കെ വരുമ്പോൾ അതൊരു വലിയ ഗുണമാണ്. കാരണം നമ്മളെ സഹപ്രവർത്തകർ, നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാരികളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ലക്ഷദ്വീപിലെ 10 ദ്വീപിൽ നിന്നുമുള്ള അധ്യാപകർ ഇന്ന് ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട്. നഴ്സറി ടീച്ചർമാർ മുതൽ PhDs വരെയുള്ളവരാണ്. അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പഠിപ്പിക്കുന്നവർക്കുള്ള ഒരു കോഴ്സായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പായിരുന്നു ഈ കണ്ടക്ട് ചെയ്തിരുന്നത്. അതായത് ലേണിംഗ് ടീച്ചിങ് മെറ്റീരിയലുമായി ബന്ധപ്പെടുത്തി കൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു ഇത്. ഫൗണ്ടേഷണൽ ആൻഡ് പ്രിപ്പറേറ്ററി സ്റ്റേജസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ളതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ഒരു കോഴ്സ് തരുന്നത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു അധ്യാപകർ തന്നെ നേരിട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു എന്താണ് കോഴ്സ്. I extend gratitude to all the participants. Similarly, I extend our gratitude to the dear students who give their timeless effort to make. അങ്ങനെ ഉദ്ഘാടനവും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് എൻ്റെ നാട്ടിലെ ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടി അധ്യാപകരെ കണ്ടു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇന്നിപ്പോൾ അവർ അധ്യാപകരുടെ ട്രെയിനിങ്, അതായത് TTC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെ പഠിപ്പിച്ചവർ നമ്മുടെ വഴിയിലേക്ക് അവർ വരുന്നു എന്ന് അറിഞ്ഞതിൽ നമുക്ക് അതിയായ സന്തോഷം, അതോടൊപ്പം അഭിമാനവും തോന്നി. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സറി സ്കൂളുണ്ട്, അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സെക്ഷൻ തന്നെ അവിടെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ കുഞ്ഞു കുട്ടികളോടൊപ്പം വരുന്ന കുറേ സമയം നമ്മൾ ചിലവഴിച്ചു. അവരുടെ കൂടെ അടിയും പാടിയും കളിച്ചും ചിരിച്ചും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സിലേക്ക് എൻജോയ് ചെയ്ത ഒരു ദിവസം ഇതായിരുന്നു.
പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മൂത്താപ്പയുടെ മോളെ കണ്ടത്. അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ വീട്ടിലേക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അവളെ കാണുകയും ചെയ്തു ഇന്ന് തന്നെ. പിന്നെ വേറൊരു വലിയൊരു സർപ്രൈസ് ഞാൻ ലോഡ്ജിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ദായി വരുന്നതാണ് ആ വലിയ മഹാസംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാനിവനെ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ അനിയനാണ്, ബോംബെയിൽ ഡോക്ടറാണ്. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് ഇവനെ കാണുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വെറുതെ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല 19-ാം തീയതി നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആള് കവരത്തിയിൽ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവന് വെസല് വഴി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ബോംബെയിൽ നിന്ന് അഗത്തിയിൽ വന്നു, ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെസലിൽ വന്ന് ഇവിടെ നിന്ന് വെസൽ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കവരത്തിയിൽ വന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സിന് വരാൻ തോന്നിയ ആ നിമിഷത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച ഒരു സമയം തന്നെയായിരുന്നു ഇത്. കാരണം ഇവനെ ഇവിടെ നിന്ന് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവൻ എപ്പോഴും നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും. ഞാൻ മിനിക്കോയിലുള്ള എൻ്റെ അടുത്തേക്ക് അങ്ങനെ അധികം അങ്ങനെ വരാറില്ല. കാരണം അവന് നാട്ടിലേക്ക് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടപ്പോൾ അയ്യോ, പിന്നെ എനിക്ക് വിശക്കാനും തുടങ്ങി ഇവനെ കണ്ടപ്പോൾ തന്നെ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫുഡ് അടിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടുത്തെ ഒരു അടിപൊളി ഹോട്ടലിലേക്ക് വന്നു. ഇഫ്താർ എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നിൽക്കുന്ന ലോഡ്ജിൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് ഇവിടെ കയറിയത്. പക്ഷേ കയറിയത് ഒട്ടും മോശമായില്ല എന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയെക്കാളും ഒരു ടേസ്റ്റ് ഇവിടുത്തെ ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഒരു ഫിഷ് ബിരിയാണിയാണ് വാങ്ങിയത്. അതിൻ്റെ കൂടെ നല്ല ഒരു സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും. രണ്ടും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഒരു കട്ടൻ ചായയും കൂടി കൂട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, സ്വർഗം കണ്ടു. ഒരു പ്രത്യേക മസാലക്കൂട്ടായിരുന്നു ആ ഒരു ബിരിയാണിയുടേത്. എന്താണെന്ന് എനിക്ക് എത്ര രുചിച്ചിട്ടും മനസ്സിലായിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ഫിഷ് ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, 2 കട്ടൻ. ഒരു ഫിഷ് ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, 2 കട്ടൻ. നമ്മൾ ഫിഷ് ഉണ്ടാക്കിയല്ല, ഫിഷ് ബിരിയാണി. അത് എടുത്തൊക്കെ ചുമന്ന ഫിഷ് ബിരിയാണി, ഫിഷ് ബിരിയാണി. ശരിയാ, അതാണ് ആ വീഡിയോ എടുത്തത്. അതാണ് എടുത്തത് ഇത്, അതാണ് വീഡിയോ എടുത്തത്. പിന്നെ വൈകുന്നേരം, പിറ്റേ ദിവസം വൈകുന്നേരം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷുക്കൂർ എന്ന് പറഞ്ഞിട്ട്, ആളും ഫാമിലിയും പിന്നെ ഞങ്ങളുടെ മൂത്താപ്പയുടെ മുളജിലാനത്ത് മക്കൾ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു ജസ്റ്റ് ചായ ഒക്കെ കുടിച്ച് ജ്യൂസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മളെ കോഴ്സൊക്കെ കഴിയുമ്പോഴേക്ക് 7 മണിയൊക്കെ ആവാറുണ്ട് സാധാരണ. 3 ദിവസത്തെ വർക്ക്ഷോപ്പല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു വീട്ടിൽ കുറേ വീടുകളിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തൊന്നും പോകാൻ നമുക്ക് പറ്റൂല, കാരണം ഈ 3 ദിവസം മാത്രമല്ലേ നമ്മളെ കയ്യിലുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണത്, കവരത്തിക്കാരിയാണ്, ഷാന എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ നിർബന്ധിച്ചിട്ട് നമ്മൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഷാനയുടെ ഉമ്മ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ ചാനൽ എപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു, എന്തായാലും ടീച്ചർ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ. ആ ഒരു ക്ഷണം നമ്മളെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോ പോലെയാവും. പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് കഴിച്ചതൊക്കെയും വെറൈറ്റി ഫുഡുകളാണ്. ഇത് ഷാന തന്നെ പ്രിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇതിൽ നമുക്ക് റൈസ് കാണുന്നില്ല, അത്രയ്ക്ക് കഷ്ണങ്ങളായിരുന്നു. പിന്നെന്താ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ അടിപൊളി സലാഡ്, കസ്റ്റാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി കഴിച്ച് വയറൊക്കെ നിറഞ്ഞത് കൊണ്ട് എനിക്ക് കസ്റ്റാർഡ് കഴിക്കാൻ പോലും വയറിൽ ഒരു ഇച്ചിരി ഇടം പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കസ്റ്റാർഡ് എനിക്ക് കഴിക്കാനും പാടില്ലാത്തതാണ്. പിന്നെ ടേസ്റ്റ് നോക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ കഴിച്ചില്ല. കാരണം നമുക്കത് പറ്റില്ല, നമുക്ക് ഈ പഞ്ചസാരയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ആവില്ല. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ ഉമ്മ ഭയങ്കര സപ്പോർട്ടാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു, എപ്പോഴും കാണുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഷാനയുടെ ഉമ്മ എനിക്ക് നേരത്തെ അറിയാം, നമ്മുടെ നാട്ടിൽ ഷാന വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ എപ്പോഴും യൂട്യൂബിൽ കൂടി നമ്മളെ ചാനലൊക്കെ കാണുന്നു എന്നറിഞ്ഞതിൽ നമുക്ക് ഇരട്ടി സന്തോഷം. കാരണം ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ ചാനൽ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്.
പിന്നെ അവിടെ കുറേ സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴാണ് എൻ്റെ ഒരു അനിയത്തിയെപ്പോലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണിത്. അപ്പോൾ ആളെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ബേന. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഈ മിനിക്കോയിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ വന്നത് അതേപോലെ തന്നെ ഒരു വെസലാണ്. ആ വെസലിൽ ഞാൻ അങ്ങനെ കയറി. അതിരാവിലെ തന്നെയാണ് ഇവിടെ നിന്നും പുറപ്പെടുന്നത്. പിന്നെ വെസലിൽ കയറി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തളർവാദം വന്ന അവസ്ഥയിലായിരിക്കും, കാരണം അനങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വെസലിൽ കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. ഞാനൊരു സ്ഥലം മൊത്തത്തിൽ എൻ്റേതാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കസേര പോലത്തെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം ഞാൻ കൈയടക്കിയതാണ്. പിന്നെ അധികം യാത്രക്കാർ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും സീറ്റ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിലൊന്നും കിട്ടൂല. അങ്ങനെ എന്തായാലും ഒരു 3:45 ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ മിനിക്കോയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായ 5 ദിവസം കവരത്തി ജീവിതം അവിടെ അവസാനിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ മിനിക്കോയിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ നമ്മുടെ വിജയം. അപ്പോൾ ഇനിയും പുതിയ ഇങ്ങനത്തെ വീഡിയോസും പാചക വീഡിയോസും അതുപോലെ നല്ല നല്ല വ്ളോഗുകളും മിനിക്കോയ് വിശേഷങ്ങളും ലക്ഷദ്വീപ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, നമ്മളെ കോട്ടേഴ്സിലേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നവരേക്കും